പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച തൃശ്ശൂരിലെ വേദിയിലെത്തിയതിന് നടി ശോഭനയ്ക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ സൈബർ ആക്രമണം. കുറച്ച് ദിവസം മുമ്പ് വരെ പുരോഗമനകാരിയായിരുന്ന ശോഭന ഇപ്പോൾ പിന്തിരിപ്പനായി. എന്താണ് കാരണം? അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. ശക്തനായ പ്രധാനമന്ത്രിയെന്ന് വിശേഷിപ്പിച്ചു. സ്ത്രീ സംവരണ ബിൽ പാസാക്കിയതിനെ അഭിനന്ദിച്ചു. ഇത്ര വലിയ വനിതാ റാലി താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പോരെ പൂരം. എല്ലാ അന്തം കമ്മികളും കൂടി ഒറ്റക്കെട്ടായി എഴുന്നേറ്റു. ഇനി ശോഭനയെ ശരിയാക്കിയിട്ട് കാര്യം. ചലച്ചിത്ര അക്കാദമി വേദികളിലായാലും കേരളീയം വേദിയിലായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത വേദിയിലായാലും ശോഭന പങ്കെടുത്തിരുന്നു. അപ്പോഴൊക്കെ അത് നല്ലതായിരുന്നു, പുരോഗമനപരമായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ പങ്കെടുത്തപ്പോഴേക്കും പലർക്കും മനംപെരട്ടലായി, തെറിവിളിയായി, കളിയാക്കലായി. ഇത്രമാത്രം അസഹിഷ്ണുത ഒരു കലാകാരിയോട് കാണിക്കാമോ? അതിനിടെ ശോഭനയുടെ അഭ്യുദയകാംക്ഷികളെന്ന് അവകാശപ്പെടുന്ന ചിലരും രംഗത്ത് വന്നിട്ടുണ്ട്. ശോഭന അവരെ എന്തോ പറയാൻ ഏൽപ്പിച്ച മട്ടിലാണ് ഇവരുടെ എല്ലാം പെരുമാറ്റം. മറ്റു ചിലർ ശോഭനയെ കിട്ടിയ അവസരം ഉപയോഗിച്ച് കുത്തുന്നുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാനൊക്കെ എന്ത് വഷളത്തരവും നമ്മളിൽ പലരും കാണിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പലരുടെയും കുറിപ്പുകൾ. ചിലർ ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ചിലർ അവാർഡിനും അംഗീകാരത്തിനുമായി എന്തും ചെയ്തു കൊടുക്കും. ചിലർ ജയ പാടും. ചിലർ അവാർഡ് കിട്ടാനായി എഴുതും. ചിലർ കിട്ടിയ അവാർഡിന് നന്ദി പറയാൻ എഴുതും. ഏതായാലും എഴുത്തുകാരി ശാരദക്കുട്ടിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവർ പറയുന്നത് ശ്രദ്ധിക്കുക. നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ശോഭന ഇന്നുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല. നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായതൊന്നും വെളിപ്പെടുത്താറില്ല. മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടില്ല. അവരുടെ വേദികൾ രാഷ്ട്രീയ ഇടമായല്ല, കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായാണ് അവർ കാണുന്നത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയ അജ്ഞതയാണത്. മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും. രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില മാത്രമാണ്, നിലപാടല്ല. നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിൻ്റെ വേദിയിലും അവരെത്തും. അവരുടെ നിലക്കൊത്ത ചെലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറെങ്കിൽ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും. അവരുടെ സംഘിച്ചായോ എന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവരിത് അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല. ശ്രദ്ധിച്ചാലും പതിവ് ഐ ഡോണ്ട് കെയർ ഭാവമായിരിക്കും അവരുടേത്. എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലുമുണ്ട്. മല്ലിക സരാഭായിയെ പോലെയോ ഷബാന ആസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ളൊരു വ്യക്തിയല്ല ശോഭന. BJP സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമൊന്നുമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെക്കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല, സംഘികൾക്കത് ഗുണം ചെയ്യുമെന്ന് മാത്രം. ശാരദക്കുട്ടി. ശാരദക്കുട്ടി പറയുന്നത് ഇങ്ങനെ: ശോഭനയ്ക്ക് നില മാത്രമേ ഉള്ളൂ, നിലപാടില്ല. എന്താണാവോ ഈ നില? കേരളീയത്തിൽ പോയ ആൾ മോദിയുടെ അടുത്തെത്തിയാൽ അത് രാഷ്ട്രീയ അജ്ഞത. ശോഭന ഏത് വേദിയിലും എത്തും. മല്ലിക സാരാഭായിക്കും ശബാന ആസ്മിക്കും മാത്രമേ രാഷ്ട്രീയ ചിന്തയുള്ളൂ. സുഷമാ സ്വരാജും മീനാക്ഷി ലേഖിയും നിർമ്മല സീതാരാമനും സ്മൃതി ഇറാനിക്കൊന്നും രാഷ്ട്രീയ ചിന്തയില്ല. BJP യോഗത്തിൽ പങ്കെടുക്കാതിരിക്കണമെന്ന രാഷ്ട്രീയ ബോധം അവർക്ക് വേണ്ടിയിരുന്നു. ആരോ എഴുതി കൊടുക്കുന്നത് അവർ വേദിയിൽ വായിക്കുന്നു. കിട്ടിയാൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ശോഭന പണം വാങ്ങിച്ചിട്ടുണ്ടാകും. എഴുത്തുകാരി, സാഹിത്യകാരി എന്ന സ്വയം ലേബലുമായി നടക്കുന്ന ശിരോമണികൾ എത്ര നിലവാരം കുറഞ്ഞവരാണെന്ന് ഇവരുടെ കുറിപ്പിലൂടെ മനസ്സിലാകും. ദേശാഭിമാനിയിൽ പിണറായി വിജയനും VS അച്യുതാനന്ദനുമൊക്കെ എഴുതിയിരുന്ന രാഷ്ട്രീയ സൈദ്ധാന്തിക ലേഖനങ്ങളൊക്കെ വേറെ വിവരമുള്ളവർ എഴുതി കൊടുത്തതാണെന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ ഈ ശാരദക്കുട്ടിമാർക്ക് എന്തെങ്കിലും ചങ്കുറപ്പുണ്ടാകുമോ? അതിനൊക്കെ അവാർഡും അംഗീകാരവും ആദ്യം വേണ്ട എന്ന് വെക്കണം. എന്നാൽ ശാരദക്കുട്ടിയുടെ പോസ്റ്റിന് പതിവ് ഇടതന്മാരും മത തീവ്രവാദികളുമല്ലാതെ മറ്റു ചിലരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതൊരുപക്ഷെ ശാരദക്കുട്ടിക്ക് ജയ പാടുന്നതായിരുന്നില്ല. ഒരാൾ പറഞ്ഞതിങ്ങനെ: കലാകാരന്മാരെയും കാരിമാരെയും സാഹിത്യകാരന്മാരെയും കാരിമാരെയും ഒക്കെ എടുത്ത് നടക്കാനും പൂമൂടാനും എഴുന്നള്ളത്ത് നടത്താനും ഒക്കെയുള്ള പരമ്പരാഗത അവകാശം ഈ നാട്ടിലെ ഇടതന്മാർക്ക് മാത്രമാണ്. മറിച്ചൊന്നു സംഭവിച്ചാൽ ലോകത്ത് തങ്ങൾക്ക് മാത്രമേ കലാബോധമുള്ളൂ, ചരിത്രബോധമുള്ളൂ, രാഷ്ട്രീയ ബോധമുള്ളൂ എന്നൊക്കെ സ്വയം വീർപ്പിച്ച് നടക്കുന്ന കടന്നൽ കൂട്ടം കാടിളകി വരും. യമണ്ടൻ സിദ്ധാന്തങ്ങളും വായ്ത്താരികളും ഛർദ്ദിക്കും. ചെക്കോസ്ലാവാക്യ മുതൽ കുണ്ടന്നൂർ പാലം വരെ ഉദ്ധരിക്കും. അതിപ്പോൾ പിഷാരടിയുടെ കാര്യത്തിലായാലും ശോഭനയുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ ഗോത്രീയതയുടെ മറ്റൊരു മുഖം മാത്രമാണ് ഇത്തരം വീർപ്പിക്കലുകൾ. നോ മോർ നോ ലെസ്. മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ: നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ശോഭന ഇന്നുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ശോഭനയ്ക്ക് രാഷ്ട്രീയ ബോധമില്ല എന്നൊക്കെ നമ്മളങ്ങ് തീരുമാനിക്കുന്നത് ശരിയാണോ? നാം ജീവിക്കുന്നത് മികച്ച നേതൃത്വത്തിൻ്റെ കീഴിൽ എന്ന് മോദി ഭരണത്തെക്കുറിച്ച് അവരുടെ താരസാന്നിധ്യത്തിൻ്റെ മൂല്യവും പരിവേഷവും അവർക്ക് നന്നായി അറിയാം. അവർക്കതിൽ നല്ല കോൺഫിഡൻസുമുണ്ട്. ശോഭന പറയുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? കമ്മികളുടെ ദയനീയ രോദനം ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.